ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ D2H വീഡിയോകോൺ ഡയറക്ഷനിലേക്ക് നമുക്ക് എങ്ങനെ തിരിക്കാം, അതായത് എങ്ങനെ നമുക്ക് പിടിക്കാം, നമുക്ക് സ്വയം പിടിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. സിഗ്നൽ കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതാണ് നമ്മുടെ സിങ്ങിൻ്റെ ഒരു ഇതാ SES 8 95 ഡിഗ്രി സിങ് DTHൻ്റെ ആണ്. ഇതിൻ്റെ ഡിഷ് TV പാക്കേജിൽ വരുന്നതാണത്. കൊണക്സ് നമുക്ക് ഇതിൻ്റെ TP ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന TP ലിസ്റ്റുകളാണ് ഇതൊക്കെ. ഇതിൽ നമ്മുടെ നോർമലി ഇന്ത്യൻ ഡിഷ് TV ഇടതുകൊണ്ട് ഡിഷ് TV ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിഷ് TV ഇന്ത്യ, ഡിഷ് TV പ്രൊമോ ചാനൽ. ജസ്റ്റ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കാണുന്ന ഈ പ്രൊമോ ചാനൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണുന്നതാണ്. ഇത്രയാണ് നമ്മുടെ സിങ്ങിൻ്റെ SES 8 95 ഡിഗ്രിയിൽ വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഡിഷ് TV ഇന്ത്യയുടെയും അതേപോലെ തന്നെ ഡിഷ് TV ശ്രീലങ്കയുടെയും ജസ്റ്റ് ഒന്ന് നമുക്ക് ഫുട് പ്രിൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സൗത്ത് ഏഷ്യ ഫുട് പ്രിൻ്റ് വരുന്നത് ഇതാ ഇത്രയും ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതായത് ശ്രീലങ്ക മുഴുവനും വരുന്നുണ്ട്. നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് SES 8 നമുക്ക് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. ഇതാ ഇത് ശ്രീലങ്കയുടെയും അതേപോലെ ഇന്ത്യയുടെയും രണ്ടും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഫുട് പ്രിൻ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ GSAT 15 നമ്മുടെ നോർമൽ സൺ ഡയറക്റ്റും അതേപോലെ ഡിഷ് TV ഇന്ത്യയുടെ ചാനലിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് വരുന്ന ഡിഷ് TV വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ DD ഫ്രീ ഡിഷ് നോർമൽ വരുന്ന GSAT 15. ഇനി അടുത്ത നമ്മുടെ D2H നമ്മുടെ വീഡിയോകോണിൻ്റെ നമുക്ക് നോക്കാം. ഇത് വീഡിയോകോണിൻ്റെ ഇതാണ് വരുന്നത്, കാണാൻ വേണ്ടി പറ്റും. അത് 88 ഡിഗ്രിയാണ് വരുന്നത്. അത് കാണാൻ വേണ്ടി പറ്റും 88 ഡിഗ്രി. നേരത്തെ പറഞ്ഞ GSAT 15 93 ഡിഗ്രി. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞ 95 ഡിഗ്രി. അതേപോലെ നമ്മുടെ വീഡിയോകോൺ ഇപ്പോൾ ഉള്ളത് 88 ഡിഗ്രിയിലാണുള്ളത്. ഇതിൻ്റെ ഫുട് പ്രിൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഇന്ത്യ മുഴുവനും കിട്ടുന്നുണ്ട്. എന്നാലും മുൻപ് ഉള്ളതിനേക്കാളും കുറവാണ് ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ഈ ഏരിയയിൽ. പക്ഷേങ്കിൽ വേറൊരു ഏരിയയിലേക്ക് കുറച്ചുകൂടി വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. മുമ്പ് ഉള്ള SES 8 ഫുട് പ്രിൻ്റ് ഇതാണ് ഇതിൻ്റെ ഫുട് പ്രിൻ്റ്. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഫുട് പ്രിൻ്റ്, അതായത് വീഡിയോകോണിൻ്റെ ഫുട് പ്രിൻ്റ് നിങ്ങൾ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുട് പ്രിൻ്റ് രണ്ടും വരുന്നത്. ഇത് GSAT 15 93 ഡിഗ്രിയിൽ നമുക്ക് വരുന്ന ചാനൽ ലിസ്റ്റാണ് ഡിഷ് TVയുടെ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും 93 95 ഡിഗ്രിയുടെ ഇതൊക്കെ എലിവേഷൻ എസ്യൂംത്ത് 123 എസ്യൂംത്തും അതേപോലെ എലിവേഷൻ 64 ഡിഗ്രി. 95 ആണെങ്കിൽ 120 62 ഡിഗ്രിയാണ് എലിവേഷൻ വരുന്നത്. ഇനി നമുക്ക് 88 ഡിഗ്രിയുടെ എത്രയാണെന്ന് ഇതാണ് 88 ഡിഗ്രിയുടെ വരുന്നത് 132 69. ഇതാണ് നമുക്ക് 88 ഡിഗ്രിയിൽ വരുന്നത് എലിവേഷനും എസ്യൂംത്തും. ഇത് നമ്മുടെ DD ഫ്രീ ഡിഷ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡിഷിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ LMB സ്ക്യൂ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണ് വെച്ചതെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇതിപ്പോൾ DD ഫ്രീ ഡിഷിൽ നമുക്ക് ഡിഷ് TV ഇതിൽ കിട്ടും. അതേപോലെ സൺ ഡയറക്റ്റ് GSAT 15 ഇതൊക്കെ വരുന്നത് DD ഫ്രീ ഡിഷിൻ്റെ HD സൺ ഡയറക്റ്റിൻ്റെ വരുന്നത് GSAT 15ലാണ്.
ഷാർപ്പിൻ്റെ LMB ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ LMB സ്ക്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സൂം ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് വീഡിയോ കോണിലേക്ക് എങ്ങനെ നമുക്ക് ചാനൽ അല്ലെങ്കിൽ സിഗ്നൽ പിടിക്കാം എന്നതാണ് അടുത്തത്. ഇപ്പോൾ നിലവിൽ ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ DD ഫ്രീ ഡിഷിൻ്റെ സെറ്റ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഈ നേരത്തെ കാണുന്ന ആ റെഡ് ലൈൻ കറക്റ്റായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഡിഷ് TV വീഡിയോ കോൺ ഡയറക്ഷൻ നമുക്ക് സെറ്റാവുന്നതാണ്. അത് വെച്ചാൽ നമുക്ക് ഇത് മാത്രമല്ല, ചെറുതായിട്ട് LMB സ്ക്യൂവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് വലിയൊരു സെൻറ്റിമീറ്റർ എന്ന് പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മാർക്ക് നേരെ സ്ട്രൈറ്റ് ആകുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും വരിക. ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 mm അത്ര ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ നിർത്തേക്കില്ല. ആ ഒരു വ്യത്യാസത്തിൽ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ വിഡ്ത്തിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ DD ഫ്രീ ഡിഷ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൺ ഡയറക്റ്റ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഒന്ന് LMB സ്ക്യൂ കൂടി ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ് നമ്മുടെ ഡിഷ് TV. ഞാൻ ജസ്റ്റ് ഒന്ന് LMB സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സിഗ്നൽ കയറി വരുന്നത് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഞാൻ വീഡിയോ കോണിൻ്റെ TP ആണ് വെച്ചിട്ടുള്ളത്. അതായത് 11.050 30,000 എന്ന ഒരു TP ആണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നിലവിൽ ഉള്ള ഒരു LMB സ്ക്യൂ. ഇതാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന് ചെറിയൊരു വൈബ്രേഷൻ മാത്രമാണ് നമുക്ക് സിഗ്നലിൽ വരുന്നുള്ളത്. അതായത് ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് ബസറിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നമ്മൾ മേലോട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡയറക്ഷൻ നേരെ താഴോട്ട് കൊടുത്താലും നമുക്ക് കൂടി വരുന്നതാണ്. ഇപ്പോൾ നേരെ താഴോട്ടാണ് ഉള്ളത്. ഇങ്ങനെയായെങ്കിലും നമുക്ക് സിഗ്നലിൻ്റെ ഇത് കൂടി വരുന്നതാണ്. ഏറ്റവും നല്ലത് വെച്ചാൽ നമുക്ക് മുകളിലോട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കുറച്ചും കൂടി കൂടുതൽ സിഗ്നൽ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് 59% കിട്ടുന്നുണ്ട്. സിഗ്നൽ 50%മാണ് ഇതിൽ കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ നേരെ മുമ്പിലായതുകൊണ്ടാണ് ഇതിൽ സിഗ്നൽ കാണാത്തത്. ഈ ഒരു LMB സ്ക്യൂവിൽ വെക്കുമ്പോൾ എനിക്ക് കൂടുതൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതുവരെ സിഗ്നൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് നേരെ താഴോട്ടും വെക്കാം, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാം, ഇതിൻ്റെ സിഗ്നൽ വരുന്നത് ഞാൻ കാണിക്കാം. %73 നമുക്ക് സിഗ്നലുണ്ട്. ഇനി നമുക്ക് TV ചാനൽ എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് FTA റിസീവറിൽ എത്ര ചാനൽ വരുന്നുണ്ട് എന്ന് നോക്കാം. ഇത് നമ്മുടെ നോർമൽ FTA റിസീവറാണ്. 63 ഞാനിതിൽ കൊടുത്തിട്ടുള്ളത് പോർട്ട് 7 ആണ്. പോർട്ട് 7 ഞാൻ മേലെ ഡിഷിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത് പോർട്ട് 7 ആണ്. D6 സ്വിച്ച് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ പോർട്ട് 7 കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലൈൻഡ് സ്കാൻ അടിച്ച് നോക്കാം നമുക്ക് എത്ര ചാനൽ വരുന്നുണ്ട് എന്ന്. വീഡിയോ കോണിൻ്റെ ഡയറക്ഷനിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എത്ര വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ FTA ഓൺലി നോ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് വീഡിയോ കോണിൻ്റെ ഡയറക്ഷനിലുള്ള ഇതാണ്, സ്ക്രാമ്പിൾഡ് ചാനലായിരിക്കും. പക്ഷേ എങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം എത്ര ചാനൽ വരുന്നുണ്ട് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ TP വീഡിയോ കോൺ ഡയറക്ഷനിലേക്ക് സെറ്റായിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. സെർച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര ചാനൽ വരുന്നുണ്ട്, എത്ര TP കയറി വരുന്ന വീഡിയോ കോൺ ഡയറക്ഷൻ്റെ വീഡിയോ കോണിൻ്റെ ഒരു ചാനൽ, അതായത് പ്രൊമോ ചാനലെങ്കിലും നമുക്ക് വരണം, അതായത് ഫ്രീ ആയിട്ട് കിട്ടണം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് 1 TP ആഡ് ആയിട്ടുണ്ട്. ഇതാ ഒരുപാട് ചാനലുകൾ വന്നു തുടങ്ങി. എന്നുവെച്ചാൽ ഒരുപാട് TP ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. $238 ചാനൽ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. 8 TP ഇപ്പോൾ വന്നിട്ടുണ്ട്. $356, $379, $390, $400, $417. ടോട്ടൽ 540 ചാനൽ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. 13 TPയുമാണ് വന്നിട്ടുള്ളത്. സിഗ്നൽ നമുക്ക് 96-97% നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഡിഷ് TVയുടെ ഒരു പ്രൊമോ ചാനലാണിത്. കാണാൻ വേണ്ടി പറ്റും. ഡിഷ് TVയുടെ പ്രൊമോ ചാനലാണ്. ഇതിൻ്റെ TP നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഇതിൻ്റെ TP. 11483 വെർട്ടിക്കൽ 44990. ഇതാണ് ഇതിൻ്റെ TP വരുന്നത്. ഡിഷ് TVയുടെ TP വരുന്നത്. ഇത് വീഡിയോകോണിൻ്റെ ഹോം ചാനൽ DTHൻ്റെ ഫ്രീ ചാനലാണത്. അത് കാണാൻ വേണ്ടി പറ്റും. 11608 ഹൊറിസോണ്ടൽ 43979. ഇതാ DTH എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സിഗ്നൽ പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഇതിൻ്റെ സിഗ്നൽ പെർസെൻറ്റേജ് വരുന്നത് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. 97% ഇതിൻ്റെ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ടെമ്പററി ആയിട്ടൊരു ഫ്രീ ടു എയർ ഇപ്പോൾ നിലവിലുണ്ട്. CH61 ആണ് ഇതിൻ്റെ പേര്. 11608 ഹൊറിസോണ്ടൽ 43979 ഇതിൻ്റെ TP. ഇതിൻ്റെ ചാനൽ ഞാൻ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ചാനലിൻ്റെ പേര്. ഇതാണ് സിഗ്നൽ നമുക്ക് നോക്കാം. 97% ഇതിൻ്റെ സിഗ്നലുണ്ട്. ടോട്ടൽ നമുക്ക് 540 ചാനൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. 11673 വെർട്ടിക്കൽ 44990. ഇതാണ് ഇതിൻ്റെ TP. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.